മാന്യരായ യാത്രക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് എങ്ങാണ്ടിൽ നിന്ന് വന്ന ആരാണ്ട കാത്ത് ആരാണ്ടൊക്കെ എങ്ങാണ്ടൊക്കെ നിൽക്കുന്നുണ്ട്. ആരെങ്കിലൊക്കെ എങ്ങടിയിലൊക്കെ ചെല്ലുക. ഞാൻ ഹിന്ദുവല്ല, മുസ്ലിം അല്ല, ക്രിസ്ത്യൻ അല്ല, പേരും മനുഷ്യൻ. മതം നിർബന്ധമെങ്കിൽ നിനക്ക് മുന്നിൽ ഞാൻ പേരും വരും. വെടി ശബ്ദം അടുത്തു വരുന്നു മന്ദം മന്ദം. വെടി ശബ്ദം അടുത്തു വരുന്നു മന്ദം മന്ദം. നമുക്കൊപ്പം ജോലി കെട്ടിവിടെ ചേരി മൊത്തം. എങ്ങോട്ടേ കാണാവൂ? ഓഹോ, ഞാൻ സഹായിക്കാം. മേപ്പോട്ടേക്കാ പോകുന്നേ. അടിപൊളി, ഞാനിപ്പോ വരാവേ. നീ നമ്മുടെ തറവാടിന്റെ പാരമ്പര്യം കാത്തു. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. പോയോ? ആര്? എന്നെ അടിച്ചവൻ അവിടെ നിക്കണ്. അവന് തലല്ല, എനിക്ക് ഇവനെ ഒറ്റയ്ക്ക് തല. എന്റെ പയ്യൻ എക്സലൈറ്റ് സോളം നേടിപ്പിക്കരുത്. അതാരാ? എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി എന്നാ. ഇടഞ്ഞ ഞാൻ കൊല കൊമ്പനാ, കൊല കൊമ്പൻ. ഇടഞ്ഞില്ലെങ്കിലോ കൊലയില്ലാത്ത കൊമ്പൻ. ഇപ്പൊ നിന്നെ ആരെങ്കിലും കെട്ടിയെടുത്തേ? ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവ്. തടയരുത്. എനിക്ക് കിട്ടേണ്ടത് ഞാൻ ചോദിച്ചു വാങ്ങിച്ചാണ്. ഐ എൻജോയ്ഡ് എ ലോട്ട്. ഈ മതിലുകെട്ടൊക്കെ സർക്കാരിന് നിരോധിച്ചൂടെ, ബാക്കിയുള്ളവനെ മെനക്കെടുത്താൻ. അതിനൊരു തീരുമാനമായി. ആക്രമണങ്ങളെ അവിടെ ചെറുത്ത കഷ്ടങ്ങളെ വിട്ടിട്ട് പോടാ. എല്ലാം പോയില്ലോ. ഒരെണ്ണം ജീവൻ വേണമെങ്കിൽ എല്ലാരും ചാടിക്കോ. ഞാനല്ലേ പറയുന്നത്, ചാടിക്കോ. ചാടികൊണ്ട് രക്ഷപ്പെട്ടു. ഞാൻ എന്തൊക്കെയാ എടുക്കുന്നത്? അങ്ങനെ ബോംബെറിഞ്ഞു. ഇനി എത്രത്തോളം പൊട്ടു നോക്കിയാൽ റിയലി ഗുഡ്. ഞാൻ എന്റെ കരുത്ത് തെളിയിച്ചു കഴിഞ്ഞു. എന്നെ ഉറക്കിച്ച് ഇവിടെ ഇതാണല്ലേ പരിപാടി. എഴുന്നേറ്റ് പോടാ. ഉമ്മച്ച, ഞാനൊന്ന് രക്ഷപ്പെട്ടോട്ടെ. എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ നീ എന്നോട് അനുവാദം ചോദിക്കുന്നു? നീ എവിടെന്നാണ് വന്ന മരഭൂതമേ? അത് ശരി, വളഞ്ഞിട്ട് അടിക്കാനുള്ള പരിപാടിയാണല്ലേ. അമ്മേ, ഇത്ര അടുത്തെത്തിയ ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ പിടിയിടാം. ഇതല്ല പഞ്ചായത്ത് പട്ടികൾക്ക് എല്ലാം കഷണം കിട്ടുമാതിരി ഒരുമിച്ചല്ലേ കടിച്ചു പറിക്കുന്നത്. എല്ലാരും കൈവച്ചല്ലോ, ഇനി ആർക്കും പരാതിയില്ലല്ലോ. ഇപ്പൊ വീണേനെ. അഞ്ചു പേരൊക്കെ റൗണ്ട് ചേർന്നിരിക്കുന്ന എന്തിനാ? ഒരാളേ ഉള്ളൂ, 5 പേരില്ല. പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വരൻ. എന്താ പറ്റിയെന്ന് ഒരു പിടിയില്ല സാറേ. മതിയെ, വീട്ടിനകത്തോട്ട് കണ്ടണ്ട, പുറത്ത് നിർത്തിയാൽ മതി. ഈ തെണ്ടി എന്തിനാ അവിടെ കയറിയിരിക്കണേ? അതാ ഞാനും ആലോചിക്കുന്നത്. സാധാരണ സിനിമകളിൽ കാണുന്ന ഒരു സ്ഥിരം നമ്പർ അവിടെ ഇറക്കാൻ പോവാ. ഒത്ത ഒത്തു അനുസരണയോടെ നിന്നോണം. ഞാൻ പലതും കാണിക്കും. ഒരു പണിവാളിയെ പോലെ തോന്നാ. ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. അപ്പൊ അതിനൊരു തീരുമാനമായി. ആക്രമണങ്ങളെ അവിടെ ചെറുത്ത കഷ്ടങ്ങളെ വിട്ടിട്ട് പോടാ. എന്റെ ഈശ്വര, എല്ലാം പോയില്ലോ. ഒരെണ്ണം നിർത്തിക്കാം.
എന്ത് ആ വെടിയുണ്ട് എന്റെ നേർക്കല്ലേ വരുന്നത്? ശരണമയ്യപ്പ മകരവിളക്ക് കണ്ട് ഇവന് എന്റെ സ്വഭാവം നിനക്കറിയില്ല. അയ്യോ, ഭിത്തി മാറ്റ്. രണ്ടും കൂടെ പൂച്ചയെ പോലെ പതുങ്ങി നമ്മൾ തമ്മിൽ എവിടെയോ വെച്ച് കണ്ടു പരിചയമുണ്ടല്ലോ. വേണ്ട, ഞാൻ പറയാം. അമ്പട കേമാ നിന്നെ ഞാൻ മറക്ക്.